നമ്മുടെ തിരുവനന്തപുരം ആക്കുളം KV സ്കൂളിന് ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് ഒരു 25 സെൻറ്റ് സ്ഥലം ഈ കാണുന്ന റോഡരികത്തായിട്ട് വിൽപ്പനയ്ക്കുണ്ട്. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. അടിപൊളി ഒരു പ്രൈസിന് സ്വന്തമാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 38 മീറ്റർ നമുക്ക് കുമാരപുരത്ത് നിന്ന് കിംസിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന ഈ ഒരു റോഡ് ഫ്രണ്ടേജ് പ്രോപ്പർട്ടി കിട്ടും. നമ്മുടെ ഈ വീഡിയോയിൽ വേറൊരു പ്രോപ്പർട്ടിയും കൂടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടരികത്തായിട്ട് തന്നെ ഒരു 10 സെൻറ്റ് സ്ഥലം കൂടെ വിൽപ്പനയ്ക്കുണ്ട്. അതും വിഷ്വൽസ് കാണിച്ചു തരാം. അത് വന്നിട്ട് ഒരു റെസിഡൻഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം. പ്രോപ്പർട്ടി നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. KVയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് വന്നിട്ട് ഇല്ല KVയുടെ തന്നെ കോമ്പൗണ്ടാണ് കേട്ടോ. അതിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു ഷീറ്റ് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ആ മതിലിൻ്റെ മേലെ ആ ഷീറ്റിൻ്റെ അവിടം മുതൽ ഇങ്ങോട്ടേക്ക് 38 മീറ്റർ ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. നമുക്കിതൊരു 15 സെൻറ്റ് 10 സെൻറ്റ് അങ്ങനെ 2 പ്ലോട്ടായിട്ടാണ് കിടപ്പുള്ളത്. ഒന്നിച്ച് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങിക്കാം. ഇനി അതല്ല 2 പ്ലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും വാങ്ങാവുന്നതാണ്. ഞാൻ ആ സൈഡിൽ കൂടെ നമുക്ക് അകത്തേക്ക് കയറിയിട്ടുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. പിന്നെ വേറൊരു ലാൻഡ്മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് ബ്രൈറ്റ് മേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു കാർ ഡീറ്റെയിലിങ്ങിൻ്റെ ഒരു സ്റ്റോറുണ്ട് കേട്ടോ. അപ്പോൾ അതിനോട് ചേർന്നിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഈ ബ്രൈറ്റ് മേക്കേഴ്സിനോട് ചേർന്നിരിക്കുന്ന കോമ്പൗണ്ടാണ്. ഇത് വന്നിട്ട് ഒരു 15 സെൻറ്റും. ഇപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ചാക്കിയിട്ടുണ്ട്. ചെറിയൊരു ഡിവിഷൻ മാത്രമേ ഇടയ്ക്ക് വെച്ചിട്ടുള്ളൂ. മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീളത്തിനുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടി ആവും. ഇതുപോലുള്ള കാർ ഡീറ്റെയിലിംഗ് കമ്പനിയോ എന്ത് തരം ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. നല്ല ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ്. കിംസ് ഹോസ്പിറ്റൽ തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടമൊക്കെ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം റെൻ്റായിട്ട് കൊടുക്കാൻ സാധിക്കും. ഇനി അതല്ല സെയിലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. ഹൈലൈറ്റ് ലൊക്കേഷൻ. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 30 ലക്ഷം രൂപയാണ്. ഇനി നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അത് വന്നിട്ട് നല്ല വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും. നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ബ്രൈറ്റ് മേക്കേഴ്സിൻ്റെ ഇടതുവശത്തായിട്ട് കാണുന്ന വഴി. അതായത് KVയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് ഏകദേശം 5.25 മീറ്റർ വിട്ടിലുള്ള റോഡ് ഇങ്ങനെ കാണാൻ സാധിക്കും. ഈ റോഡ് ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിട്ട് അതായത് വൃത്തിയാക്കിയിട്ടിരിക്കുന്നതാണ്. ഈ റോഡ് അങ്ങനെ ഈ റോഡ് ഫ്രണ്ടേജിൽ തന്നെ നല്ല റെസിഡൻഷ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അത് വന്നിട്ട് 10 സെൻറ്റാണ്. നല്ലൊരു റേറ്റിന് വാങ്ങിക്കാം. എന്താ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ കാറിൻ്റെ ഡീറ്റെയിലിംഗ് സെൻറ്ററും വലതുവശത്ത് ഒരു വീടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇടതുവശത്തായിട്ട് കാണുന്ന പ്ലോട്ട്. നമ്മുടെ ആ കാണുന്ന മെയിൻ റോഡിൽ നിന്ന് ഒരു 50-60 മീറ്റർ വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. 3 സൈഡ് കോമ്പൗണ്ടുകളുണ്ട്. ആ സൈഡിൽ അതിൽ തിരിച്ചിട്ടുണ്ട്. ഒരു ബേസ്മെൻറ്റ് വെച്ചിട്ട് അതിൽ തിരിച്ചിട്ടുണ്ട്. നല്ല ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടി. ഇത് വരുന്നത് 10 സെൻറ്റാണ്. ഈ പ്രോപ്പർട്ടി ആണെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് 17 ലക്ഷം രൂപയാണ്. നമ്മൾ മുന്നിൽ കാണിച്ച കമേഴ്സ്യൽ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് 30 ലക്ഷം രൂപയും. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.